back to my YouTube channel, Malabar Vlogs. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ മുറ്റത്ത് ബേബി മെറ്റലൊക്കെ അടിപൊളിയാക്കി ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്ന് വീട്ടിലേക്ക് കയറി കൈയും കാലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അടിച്ചു തരുന്ന കാര്യമില്ല, എനിക്ക് ചപ്പ് മാത്രം പറക്കിയാൽ മതി. ഇനി എനിക്കാണ് ബുദ്ധിമുട്ട് കൂടുതൽ കേട്ടോ. ഇവർക്ക് പിന്നെ വെറുതെ ചപ്പ് പറക്കി വെറുതെ ഒന്ന് വരണ്ടി പോവുക. ഇനി എനിക്കാണ് അതിനെക്കാട്ട് കൂടുതൽ ചപ്പ് കിടക്കുന്നത്. ഞാൻ ഒരു മാസം 2 മാസമായി വിറ്റടിച്ചിട്ട്. പക്ഷേ ഇതിനെക്കാട്ടും മുമ്പേക്ക് അതിന് ശല്യം ഉണ്ടായിരുന്നില്ല, ചപ്പിൻ്റെ മാവിൻ്റെ ഒരു ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇലകൾ കൊഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിറ്റടിച്ചു. അമ്മ പറഞ്ഞിട്ട് മുമ്പേ സർപ്രൈസ് ആയിരുന്നു. എന്തായാലും അമ്മ കുറേ ദിവസം ഈ ബേബി മെറ്റൽ എത്തുന്ന ഉമ്മറത്ത് ചെളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് അമ്മ ഇട്ടു. ഓക്കെ, അപ്പോൾ ബേബി മെറ്റലൊക്കെ നല്ല അടിപൊളിയുണ്ട്, എല്ലാം നിരപ്പാക്കി എല്ലാവരും പറ്റും, നല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. റോഡാണ് കുറച്ച് മോശം, ഇന്ന് അമ്മയും പിന്നെ വേറൊരു ഏട്ടനും കൂടി വൃത്തിയാക്കിയതാ കേട്ടോ. കൂടിയിട്ടുണ്ടാവും ആകെ ഇതായിരുന്നു, ചെളിപ്പിളി എന്നാണ് പോലെ കേട്ടോ. സ്ലിപ്പറി പറഞ്ഞ ഒരു വഴുവഴുപ്പ് സ്ലിപ്പ്. അപ്പോൾ എന്താ പറയുക അമ്മ, അപ്പോൾ ഇതാ നമ്മുടെ റോഡ് ചെളിയും ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ഏട്ടനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ ഇതൊക്കെ ചെളിയും മറ്റേ പുല്ലൊക്കെ ഇതായിട്ടൊക്കെ വെട്ടിക്കളഞ്ഞൊരു ചാലൊക്കെ കീറി കുറേ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളം പൂതി നിന്നിട്ട് വണ്ടികളൊന്നും പോകുമ്പോഴൊക്കെ ചെളി തെറിക്കുകയാണ്. പിന്നെ അവിടെ പുല്ലും കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മറ്റേ ഉമ്മറ വീട് ആദ്യം ഒരു ഇതായിരുന്നു. അപ്പോൾ സോറി, എനിക്ക് കുറച്ച് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ അമ്മ പഞ്ചായത്തിലൊക്കെ പോയിട്ട് കുറേ എഴുതി കൊടുത്തതാണ്. അപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, റോഡ് ഇത് നേരാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അവിടെ വരെയാണ് റോഡ് നന്നായിട്ട് പണിതിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ ഇറക്കത്തിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇത് അവിടുന്ന് കോരി എടുത്ത് അപ്പുറത്തേക്ക് കളയണം ഒരിതുപോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട്. നമുക്ക് കാണിച്ചു കേട്ടോ, നായ്ക്കൂട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സുഖമായി, ഞങ്ങളുടെ ഫ്രണ്ടൊക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ അമ്മയുടെ വണ്ടി അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടാണ്, ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മറ്റേ ചെടിച്ചട്ടിയാണ് കേട്ടോ, അതിൽ ചെടിയുണ്ട്. അപ്പോൾ അതിപ്പോൾ വെള്ളം അധികം ഒഴിക്കാറില്ല, അത് കാരണം വാടി കരിഞ്ഞ് പോവാണ്. ഇതൊക്കെ അമ്മ ഇത് മണി പ്ലാന്റ് ഇതായിപ്പോയി ഇത്. അപ്പോൾ ഇതിൻ്റെ പേരെന്തമ്മ എനിക്കറിയില്ല പേര്. അപ്പോൾ നല്ല അടിപൊളി പൂവും നല്ല കരിഞ്ഞ കുറച്ച് പൂക്കളൊക്കെ കരിഞ്ഞുണ്ട്, ചിലതൊക്കെ നല്ലതുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ വളർന്നോളും. ഇതിൻ്റെ പേരെന്താ? എനിക്ക് ഒരെണ്ണത്തിൻ്റെ പേരറിയാം, മണി പ്ലാന്റ്. ഇതിൻ്റെ എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഈ തുമ്പ് വശമൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. ഇനി അടുത്ത ചെടിച്ചട്ടി കാണിച്ചത്. ഇതൊക്കെ വാഴയാണ്. വാഴ വളരെ കുറേ ഉണ്ട് കേട്ടോ, ബാക്കിലൊക്കെ നിറച്ചുണ്ട് വാഴ. അപ്പോൾ അത് നമ്മളെ മറ്റേ കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഴന് ഇത് ഞങ്ങളുടെ അമ്മ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവളവിടെ ഉണ്ട്, ഞാനാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് വീഡിയോസും ഒക്കെ എടുക്കാനുള്ളത്. അപ്പോൾ ഒക്കെ ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ മറ്റേ മെറ്റലിടുമ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതായിപ്പോവും. ഞാൻ അവിടുത്തെ ഒക്കെ മാറ്റിയിട്ട് കല്ല് അവിടെ കുറേ ചെടികളുണ്ടായിരുന്നു, ഒക്കെ വെട്ടിക്കളഞ്ഞു. എനിക്ക് നല്ല വിഷമമായിട്ട്. പിന്നെ മുല്ലപ്പൂ ഉണ്ടാവുന്നത് കുറേ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വല്ല പരിപാടിക്കൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ നല്ല ഇഷ്ടമാട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു മുല്ലച്ചെടി വെച്ചതാണ്, വളർന്നു. പക്ഷെ അതിലൊന്നും പൂവൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ സൈഡ് കല്ലൊക്കെ അങ്ങോട്ട് വെച്ചു കേട്ടോ, മറ്റേ ഒരു ഇതുപോലെ പെട്ടി പോലെ കെട്ടിയിട്ട് കല്ലൊക്കെ വെച്ചിട്ട് മറ്റേ ചെടികളൊക്കെ കുഴിച്ചിട്ട് നല്ല അടിപൊളിയൊക്കെ വളർന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറ്റേ മാറ്റിയിട്ട് മെറ്റലിൽ നിരപ്പാക്കി കേട്ടോ.
അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് മെറ്റൽ നിരപ്പാക്കിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ സ്കൂളിൽ വിറ്റ് വന്നിട്ട് ഇതാ ഉമ്മറത്തെത്തിയിട്ടില്ല. അയ്യോ ഇതാ മെറ്റലിട്ടോ എന്ന് ഞാൻ ചോദിച്ചു. ആ മെറ്റലിട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങളുടെ ഇനി കുറേ കാണാതെ ഞങ്ങളുടെ കുറേ വീഡിയോസും ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട് ഒരു ദിവസം ഞങ്ങൾ വീട് ഹോം ടൂർ ഇടാം കേട്ടോ. അപ്പോൾ വാവ അവരുടെ വീട്ടിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് വരികയാണ്. അതാ തിരിച്ചു പോയിട്ടോ. അവർക്ക് ഡാൻസ് കളിക്കണ്ട്. ഞാൻ ഇന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അവളുടെ അന്ന് ഒരു കോമഡി ഇട്ടുണ്ട്. പിന്നെ അവൾ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. പാളിപ്പോൾ വരും. നീ ഞങ്ങളുടെ വരുന്നത് അവിടെ നോക്കി വായോ. അപ്പോൾ ഇതാ അവൾ വന്നത് ജൂന് മേലെ കേട്ടോ. ആരെങ്കിലും വന്ന് ഞാൻ അപ്പം കൊതിക്കും. ഒന്നുകൂടി വായോ, ഒന്നുകൂടി വായോ. ഇത് ഇവിടെയൊക്കെ കാട് കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ആദ്യമൊന്നും ഇവിടെ നല്ല ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നത്. പിന്നെ അത് നിരപ്പാക്കിയിട്ട് ഇതുപോലെ ഓരോ വീടുകൾ വെക്കാൻ തുടങ്ങി. വെച്ചിട്ടില്ല, തറ കെട്ടുക ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ മൊന്തൊക്കെ പിടിച്ച് പാമ്പുകളൊക്കെ ഞാൻ എന്ന് പാമ്പിനെ കാണും കേട്ടോ. ഞാനിട്ട് അന്നൊരു ദിവസം ഞങ്ങളുടെ TV എന്തോ കേട് വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ അങ്ങോട്ട് പോകണം, മെയിൻ റോഡിലേക്ക് പോകണം. അവിടുത്തെ ജിക്കയുടെ കയ്യിൽ നിന്ന് ഞാൻ സ്ക്രൂ ഡ്രൈവർ വാങ്ങാൻ നിൽക്കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയി സ്ക്രൂ ഡ്രൈവർ വാങ്ങിയിട്ട് ഇങ്ങോട്ട് ഞാൻ വന്നിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ ഇത്രയും വലിയ പാമ്പിനെ കണ്ടു. പാമ്പ് മറ്റേ അപ്പുറത്തെ വീട്ടിലേക്ക് ചുവരിലിങ്ങനെ കയറി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് അവിടെ തന്നെ വേഗം ഓടിപ്പോയി. എന്നിട്ട് അവിടെ ഇരിക്കാനെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല പാമ്പിനെ കണ്ട പേടി, എൻ്റെ കാലും കൈക്ക് വിറയ്ക്കും. പിന്നെ അന്നൊരു ദിവസം ഇവിടെ വെള്ളമൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് തുളസി പൊട്ടിക്കാൻ പോകാനായിരുന്നു വൈകുന്നേരം. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു. പാമ്പ് ഇതെങ്ങനെ കിടക്കണ്ടായിരുന്നു വെള്ളത്തിൽ. പിന്നെ പാമ്പ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഭാഗത്ത് കിടക്കുന്നത് ഞാൻ എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞിട്ട് നടക്കുക. ആ സമയത്ത് പാമ്പിനെ കണ്ടിട്ട് ഞാൻ എന്നിട്ട് കുറച്ച് നിന്നു. അയ്യോ പാമ്പ് കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ കാലും കൈയൊക്കെ കുഴയുന്നിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ചാടിക്കടിയിട്ട് അയ്യോ അമ്മ പാമ്പ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പാമ്പുകളൊന്നും ഇഷ്ടമില്ല, അതൊക്കെ പേടിയാണ്. പിന്നെ അന്നൊരു ദിവസം എൻ്റെ അച്ഛൻ നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. മറ്റേ ഒരു ഷംല ടീച്ചർ എന്നിട്ട് ഞങ്ങൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ ടീച്ചറുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അച്ഛൻ അവിടെ നിൽക്കണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നടന്നു പോകാണ്ടായിരുന്നു. ഇതേ ഒരു വഴിയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പോകാൻ. എളുപ്പ വഴി ഇതാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ നേരെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അച്ഛൻ അവിടെ നിൽക്കാനായിരുന്നു. അപ്പോൾ ഞാൻ വാവ എൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. വാവ അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അച്ഛനാണ് ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ ട്യൂഷൻ കൊണ്ടാക്കി തരുന്നത്. ചേർത്ത സമയത്ത് അമ്മയും കൊണ്ടാക്കി തരും, അല്ലെങ്കിൽ അച്ഛൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കി തരും. അപ്പോൾ ഞങ്ങൾ നടക്കുമ്പോൾ ഒരു കറുത്ത കളറ് പാമ്പ് അവിടെ കിടക്കുക, എന്നെ നോക്കി നിൽക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ അച്ഛൻ പാമ്പ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തൊക്കെയോ സംസാരിച്ചിട്ട് അച്ഛൻ തോടി ഒന്ന് കെട്ടുപിടിച്ചിട്ട് അച്ഛൻ പാമ്പ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുക. ഞാൻ പേടിച്ച് കരഞ്ഞ് പൊള്ളിച്ച്. എന്നിട്ട് അമ്മ വന്നിട്ട് എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അമ്മ പാമ്പ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വടി എടുത്ത് നോക്കുമ്പോൾ എന്താ കരിം കളർ ചേരയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. അപ്പുറത്തെ ഇക്കയും താത്തയൊക്കെ ഓടി വന്നു. അപ്പോൾ ഇവിടെ വെട്ടാത്ത കാരണം, ഈ മൊന്തിയൊക്കെ വെട്ടാത്ത കാര്യം കൊണ്ടാണ് പാമ്പുകളൊക്കെ നിറയണത്. അപ്പോൾ ഇനി എന്തായാലും ഒരു ഏട്ടനെ വിളിച്ചിട്ടൊക്കെ വെട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊന്തയൊക്കെ വന്ന് പിടിച്ച് അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ നമ്മൾ വേസ്റ്റ് നമ്മുടെ ചെടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ അവിടെ പോത്തുകൾ മെയ്യുണ്ട് കേട്ടോ. അത് കണ്ണേറ്റിൻ്റെ പോത്തുകളാണ്. കണ്ണേറ്റ് ഒരു വലിയ വടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പാടം. കുറേ പട്ടികളും മയിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ പാടം വെള്ളമൊക്കെ ആയിട്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് ചിക്കൻ കറിയും ചപ്പാത്തിയും നമ്മൾ രാത്രി സ്പെഷ്യല്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ചിക്കനൊക്കെ ഇവിടെ ഉപ്പും മുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കേണ്ടത് കാണിക്കുക കേട്ടോ. തക്കാളിയും സബോളയും ഉരുളക്കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വന്നിട്ടുണ്ട്.
നമുക്ക് ചപ്പാത്തി ഇതാവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റൊക്കെ ഇടുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ടു. നമ്മൾ ഇത് നല്ല ടേസ്റ്റോടെ വന്ന് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു പൊളിക്കും. കുറേ ദിവസത്തേക്ക് ചപ്പാത്തി തിന്നാൻ കൊതിയായിട്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മണം വരുന്നുണ്ട്. ഇച്ചോടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. കുറച്ച് ലേറ്റായി, നല്ല മഴ ഉണ്ടായിരുന്നു. വന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നെല്ലാം വൈൻഡപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങി അങ്ങനെ. അപ്പോൾ കറണ്ട് പോയി ആ സമയത്ത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റാ, ബൈ ബൈ.